ഹായ് ഹലോ ലേൺ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ എന്താണെന്ന് നോക്കാം. വേറെ ഒന്നുമല്ല, നിങ്ങളുടെ പുരുഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളിൽ നിന്നും പല കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ സ്ത്രീകളിൽ നിന്നും നിങ്ങളുടെ പുരുഷൻ പല കാര്യങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ അവരത് തുറന്നു പറയത്തില്ല. ഇങ്ങനെ പുരുഷന്മാര് സ്ത്രീകളിൽ നിന്നും പ്രതീക്ഷിക്കുന്നതും എന്നാൽ അവർ തുറന്നു പറയാത്തതുമായിട്ടുള്ള ഒരു 5 കാര്യങ്ങളുണ്ട്. ഈ 5 കാര്യങ്ങൾ എന്താണെന്നാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ വീഡിയോക്ക് ലൈക്കും കൂടി ചെയ്യണേ. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് വരുന്നത് വേറെയൊന്നുമല്ല, റെസ്പെക്റ്റ് ആണ്. അതായത് ബഹുമാനം. എല്ലാ പുരുഷന്മാരും ആഗ്രഹിക്കുന്ന ഒന്നാണ് സ്ത്രീകളിൽ നിന്നും കിട്ടുന്ന ബഹുമാനം. എന്നാൽ അവരത് ഒരിക്കലും തുറന്നു പറയില്ല. നീ എന്നെ ബഹുമാനിക്കണം, അങ്ങനെ ബഹുമാനിക്കണം, ഇങ്ങനെ ബഹുമാനിക്കണം, ഇങ്ങനെ ഒന്നും ഒരു പുരുഷനും ഒരു സ്ത്രീയോടും തുറന്നു പറയില്ല. എന്നാൽ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരാഗ്രഹമായിട്ട് അത് എപ്പോഴും ഉണ്ടാവണം. തൻ്റെ വൈഫ് അല്ലെങ്കിൽ തൻ്റെ പാർട്ട്ണർ തന്നെ എല്ലാ കാര്യങ്ങൾക്കും ബഹുമാനിക്കുന്ന ഒരു ആളായിരിക്കണം എന്നത്. ഒരു ഉദാഹരണം പറയാം. നിങ്ങളും നിങ്ങളുടെ ഫാമിലിയുള്ള എല്ലാ ആൾക്കാരും അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരുമിച്ച് കൂടുന്ന സമയം നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിനെ പേര് വിളിക്കുകയാണ് അല്ലെങ്കിൽ എടാ എന്ന് വിളിക്കുകയാണ്. ഇതൊന്നും ഒട്ടുമിക്ക പുരുഷന്മാർക്കും ഒട്ടും ഇഷ്ടമുള്ള ഒരു കാര്യമല്ല. നിങ്ങൾ തനിച്ചുള്ള സമയത്തൊക്കെ പേരോ അല്ലെങ്കിൽ എന്ത് വിളിച്ചാലും അവർക്ക് കുഴപ്പമില്ല, ഓക്കെയാണ്. പക്ഷെ എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ പേര് വിളിക്കുക, എടാ എന്ന് വിളിക്കുക, ഇതൊന്നും ഒട്ടുമിക്ക പുരുഷന്മാർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമേ അല്ല. അപ്പോൾ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെയോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെയോ ഒക്കെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ എടാന്നും പേര് വിളിക്കുന്നവരും ഒക്കെ ആയിട്ടുള്ള സ്ത്രീകളുണ്ട്. നിങ്ങൾക്ക് ആ ഒരു ശീലമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. നിങ്ങൾക്ക് നിക്നെയിം ഒക്കെ വിളിക്കാം, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഡയറക്റ്റ് എടാ ഇങ്ങനെ പേര് വിളിക്കുക അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. രണ്ടാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, കുറ്റപ്പെടുത്തലും ഉപദേശവുമാണ്. അതായത് സ്ത്രീകള് അവരുടെ പുരുഷനെ എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും ഇങ്ങനെ പ്രശംസിക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് ഒട്ടുമിക്ക പുരുഷന്മാരും. എന്നാൽ ആവശ്യമില്ലാതെ എപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തുകയും അല്ലെങ്കിൽ ഇങ്ങനെ ഉപദേശിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒട്ടുമിക്ക പുരുഷന്മാർക്കും ഇഷ്ടമുള്ളൊരു കാര്യമേ അല്ല. എന്നിരുന്നാലും അവർ കുറച്ചൊക്കെ കേൾക്കും, എന്നാലും അവരങ്ങനെ അധികം പുറത്തൊന്നും കാണിക്കത്തില്ല. പക്ഷെ അമിതമായിട്ടുള്ള ഇങ്ങനെ ഉപദേശവും അല്ലെങ്കിൽ ഇങ്ങനെ കുറ്റപ്പെടുത്തലും ഒന്നും ആർക്കും തന്നെ ഇഷ്ടമുള്ളൊരു കാര്യമേ അല്ല. അതുകൊണ്ട് ഒരാവശ്യവുമില്ലാതെ നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറെയോ ഒക്കെ എപ്പോഴും ഇങ്ങനെ ഉപദേശിക്കുകയോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഓർത്തോ, നിങ്ങളുടെ ഹസ്ബൻഡിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ പുരുഷനോ ഒന്നും അതൊട്ടും ഇഷ്ടമുള്ളൊരു കാര്യമേ അല്ല. അതുകൊണ്ട് അങ്ങനത്തെ ശീലങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം പറയാനുണ്ടെങ്കിൽ അത് സ്നേഹത്തിൽ അവരോട് പറയാവുന്നതാണ്. അല്ലാതെ കുറ്റപ്പെടുത്തലും ഉപദേശവും അതൊന്നും വേണ്ട. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. മൂന്നാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, താല്പര്യമാണ്. അതായത് കോമൺ ഇൻട്രസ്റ്റ് എന്ന് പറയും. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഒരു ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതായത് ഒരു പുരുഷന് അവൻ്റെ സെയിം ഇൻട്രസ്റ്റ് ഉള്ള ഒരു വൈഫിനെ കിട്ടുന്നതായിരിക്കും ഏറ്റവും സന്തോഷം. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഹസ്ബൻഡിന് ഫുട്ബോൾ അല്ലെങ്കിൽ ക്രിക്കറ്റ് ഇതൊക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ തൻ്റെ പാർട്ട്ണറും അങ്ങനെയൊക്കെ കാണണം, അത് എൻജോയ് ചെയ്യണം. അല്ലെങ്കിൽ ഇപ്പം ട്രാവൽ ചെയ്യാൻ, യാത്ര പോകാൻ ഇഷ്ടമുള്ള ഒരു ഹസ്ബൻഡാണ് നിങ്ങളുടേതെങ്കിൽ നിങ്ങൾ വൈഫും അതേപോലെ തന്നെ എല്ലാ വൈബും ഉള്ളവരായിരിക്കണം. ഇതാണ് ഒട്ടുമിക്ക പുരുഷന്മാരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കാര്യം. ഇനി നാലാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. നാലാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, പ്രശംസയാണ്. അതായത് നിങ്ങൾ വൈഫ് എന്ത് കാര്യത്തിനും നിങ്ങളുടെ ഹസ്ബൻഡിനെ പ്രശംസിച്ച് സംസാരിക്കുകയാണെങ്കിൽ അത് ഒട്ടുമിക്ക എല്ലാ ഹസ്ബൻഡും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്നിരുന്നാലും അവരതൊരിക്കലും പുറത്ത് പറയില്ല, നീ എന്നെ പ്രശംസിക്കണം അങ്ങനെയൊന്നും പറയത്തില്ല. പക്ഷേ നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ അത് എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്യും. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങൾക്കൊരു വാച്ച് വാങ്ങി തരികയാണ്. നിങ്ങൾ വാച്ച് കൈ കിട്ടിയിട്ട് പറയുകയാണ്, ഓ ഇത് നന്നായിട്ടുണ്ട്, എനിക്ക് നന്നായി ചേരുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട്, ഇങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞ് പ്രശംസിക്കുമ്പോൾ അവർക്കത് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഇതാണ് നമ്മുടെ നാലാമത്തെ കാര്യം. ഇനി അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. അഞ്ചാമതായിട്ട് വരുന്നത് വേറെ ഒന്നുമല്ല, സപ്പോർട്ടാണ്. അതായത് തൻ്റെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും കട്ടയ്ക്ക് കട്ടയ്ക്ക് നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ത്രീനെയാണ് എല്ലാ പുരുഷന്മാരും ആഗ്രഹിക്കുന്നത്.
അതായത് അവരെന്ത് കാര്യം ചെയ്താലും ആ ഒപ്പം തന്നെ നിങ്ങളുണ്ടായിരിക്കണം. നിങ്ങൾ നല്ല രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യണം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അവർ പുതിയതായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങൾ ആ ടൈം തൊട്ട് അവരുടെ കൂടെ നിന്നിട്ട് എല്ലാ കാര്യങ്ങൾക്കും അവരെ സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന സ്ത്രീകളെയാണ് എല്ലാ പുരുഷന്മാർക്കും ഇഷ്ടം. എന്നാൽ അവരിങ്ങനെ പറയത്തൊന്നുമില്ല, നീ എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നൊന്നും പറയില്ല. എങ്കിലും അവരുടെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ട്. നിങ്ങൾ അതൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിനെ ഒരുപാട് സന്തോഷമാകുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇനി പറഞ്ഞ 5 കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത ദിവസം ഇതിലും നല്ലൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.